അപ്പൊ ഇന്ന് 8-ാം പടി വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ എന്നാ 78-ാമത്തെ പേജിലാണ് നമ്മൾ ബിഗ് ബുക്ക് ഉള്ളവര് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. ഒന്ന് ഓടിച്ച് അതിനെക്കുറിച്ചൊന്ന് പോയെന്ന് 8-9 നോക്കി തീർക്കാൻ പറ്റണം. തീർക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു നിർത്തിയ 78-ാമത്തെ പേജില് മറ്റുള്ള ആളുകളെ ശക്തിയായി ബാധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരുടെ സമ്മതം ആരായിരുന്നു. അങ്ങനെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് സഹായത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടുത്ത നടപടി എന്നത് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ കുടിക്കരുതെന്നാണ്. അപ്പോൾ കടുത്ത നടപടി 8-9 പടികൾ ചെയ്യുന്നതിന് ആ സമയത്ത് നമ്മൾ കടുത്ത നടപടി എടുക്കുന്നതെന്ന് നമ്മൾ എന്താ പറയുക, അതൊരു കുഴക്കണ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ ശക്തിയായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കടുത്ത നടപടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരുടെ സമ്മതമാരായിരുന്നു. കടുത്ത നടപടി എന്നോട് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ കുടിക്കരുതെന്നാണ്. നമ്മളുടെ ഭാഗത്തുനിന്ന് കുടിക്കാതെ ഈ കാര്യത്തിന് ധൈര്യപൂർവ്വം നേരിടുക. ഞങ്ങൾ എന്താണ് 8-ാമത്തെ പടി എന്നുള്ളത് അറിയാം. ഞങ്ങള് തെറ്റ് ചെയ്തിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അവരോടെല്ലാം നമ്മൾ പരിഹാരം ചെയ്യാനായിട്ട് 9-ാമത്തെ പടിയിൽ നമ്മൾ സന്നദ്ധരാകുന്നു. ഇതാണല്ലോ 8-9 പടികൾ. ഞങ്ങൾ ഉപദ്രവിച്ചിട്ട് എല്ലാവരുടെയും ഒരു പട്ടിക തയ്യാറാക്കി അവരോടെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് 8-ാമത്തെ പടി. 9-ാമത്തെ പടിയിൽ പ്രത്യക്ഷപരമായി പരിഹാരം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു. അപ്പൊ നമ്മൾ 4-ാമത്തെ പടിയിൽ മുതൽ 4-ാമത്തെ പടിയും 8-ഉമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. കാരണം 4-ാമത്തെ പടിയിൽ നിന്നാണ് നമ്മൾ ദ്രോഹിച്ചിട്ടുള്ളവരെയൊക്കെ ഒരു പട്ടിക നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അത് നമ്മൾ 8-ാമത്തെ പടിയിൽ ഒരിക്കൽ കൂടി ആ നമ്മൾ ദ്രോഹിച്ചിട്ടുള്ളവരുടെ മാത്രം ലിസ്റ്റ്. കാരണം 4-ാമത്തെ പടിയിൽ നമ്മൾ ദ്രോഹിച്ചിട്ടുള്ളവർ, നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവരെ, എനിക്ക് വിദ്വേഷമുള്ളവരോട്, എന്റെ നീരസമുള്ളവർ, എന്നെ മൃണപ്പെട്ടിട്ടുള്ളവരെല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു തലത്തിലേക്ക് നമ്മുടെ വഴി സഞ്ചരിക്കുകയാണ്, തുടങ്ങുകയാണ് 4-ാമത്തെ പടി മുതൽ. അപ്പൊ ഇവിടെ 8-ാമത്തെ പടിയും 9-ാമത്തെ പടിയും ചേർന്ന് പോകുന്നു. ഈ ഞാൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു. അതിനുശേഷം അവരെ പരിഹാരം ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ അവിടെ ഈ ഭയത്തിന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടിച്ചു പോകാനൊക്കെ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് 8-9 പടിയുടെ സമയത്ത്. കാരണം ധൈര്യം വരാനോ അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടൊന്നും അതിനുള്ള ആശ്രയത്വം അങ്ങനെ ഒരു സാധാരണ ഇതിൽ സംഭവിക്കൊന്നുമില്ല. ഒരു നല്ലൊരു സ്പോൺസറുടെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇത്. പക്ഷെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കടുത്ത നടപടി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ കുടിക്കരുതെന്നാണ്. അപ്പൊ ഏതായാലും ഞാൻ അതിനൊക്കെ കൂടുതൽ പോകുന്നില്ല. ഇനി അടുത്ത പാരഗ്രാഫിൽ മുതൽ ഓരോ 9-ാമത്തെ പടിയുടെയും 8-ാമത്തെ പടിയും രണ്ടും കൂടെ കമ്പൈൻഡ് ആണ് പോകുന്നത് പറഞ്ഞില്ല. അതിനകത്ത് ഇതൊരു സുഹൃത്തിന്റെ കഥ ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. കുടിച്ചുകൊണ്ടുവരുന്നപ്പോൾ വളരെയേറെ വെറുത്തിരുന്ന അയാളുടെ ഒരു ബിസിനസ് എതിരാളിയുടെ രസീതി ഒന്നും കൊടുക്കാതെ അയാൾ കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. അയാൾ പിന്നീട് അങ്ങനെ പണം ആവശ്യമുള്ള കാര്യം നിഷേധിക്കുകയും ആ സംഭവം അവരെ അവമാനിക്കുന്ന ഉപാധിയാക്കുകയും ചെയ്തു. അങ്ങനെ അയാളുടെ തന്നെ ഒരു ദുഷ്ടവൃത്തി മറ്റൊരാളുടെ മാന്യത നശിപ്പിക്കുന്നുള്ള ഒരു മാർഗമാക്കി. യഥാർത്ഥത്തിൽ അയാളുടെ എതിരാളിയെ നശിപ്പിക്കപ്പെട്ടു. അപ്പൊ കള്ളത്തരം പറഞ്ഞുകൊണ്ട് തന്റെ ബിസിനസ് പങ്കാളിയല്ല, ബിസിനസ്സിലുള്ള ഒരു എതിരാളിയെ അയാളോട് കടം വാങ്ങിയതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ്, കാരണം രസീതൊന്നുമില്ല, റെസീറ്റുകളൊന്നുമില്ല, എന്നിട്ട് അയാളെ ഒരു കള്ളനാക്കി അവൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. മദ്യപാന കാലത്തൊക്കെ നമ്മൾ ചിലരോടൊക്കെ അങ്ങനെയൊക്കെയുള്ള ചിലപ്പോ പുറത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും അച്ഛനോടോ അമ്മോടോ ഒക്കെ വലിയ ചേട്ടനോടോ ഒക്കെ വേണമെങ്കിൽ മേടിച്ചിട്ട് പറയും ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും. നമ്മൾ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ അടുത്ത ചില ആളുകളോടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു രസീത് മൂലം ഒരു ചെക്കൊന്നും കൊടുക്കാതിരിക്കും കാശ് കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിനക്ക് അന്ന് കാശ് തിരിച്ചു തന്നാർന്ന് പറയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ഞാൻ എന്നോട് മേടിക്കാത്ത കാശിന്. അങ്ങനെ അവനെ നാണം കെടുത്തുന്നത് അയാളുടെ എതിരാളിയെ നശിപ്പിച്ചു കളയും. നമുക്ക് നമ്മുടെ എതിരാളിയെ നശിപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഈ നമ്മുടെ ഒരു അമിത മദ്യപാനാസക്തനായിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തെന്ന് ഓർക്കണം. അദ്ദേഹം അതിനെന്താണ് പരിഹാരം ചെയ്യുന്നതിനുള്ളതിനാണ് അടുത്ത പാരഗ്രാഫ് പറയുന്നുണ്ട്. തനിക്കൊരിക്കലും ശരിയാക്കാൻ പറ്റാത്ത തെറ്റ് താൻ ചെയ്തിട്ടുള്ളതായി അയാൾക്ക് തോന്നി. കാരണം റിക്കവറിയിൽ വന്നതിന് ശേഷം അയാൾക്ക് മനസ്സിലാവുകയാണ്, യെസ് ഐ ഡിഡ് എ മിസ്റ്റേക്ക്, ഞാനിത് ചെയ്തത് എനിക്ക് ശരിയാവില്ല. കാരണം നമുക്ക്
ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ എന്റെ മനസ്സിൽ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും എനിക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, പാടില്ല. ഇവിടെയാണ് ക്ലീൻ ഹൗസ് എന്നുള്ള ഭാഗം വരുന്നത്. എന്റെ ജീവിതത്തില് എന്റെ മനസ്സിനെ എന്നെ തന്നെ ശുദ്ധിയുള്ളവനാക്കണം. കാരണം ഇനിയുള്ളതെല്ലാം സ്പിരിച്വൽ ആയിട്ടുള്ള വാക്കുകളെ കുറിച്ചാണ്. ഒന്നാമത്തെ പടിയിലും രണ്ടാമത്തെ പടിയിലും കാര്യമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ല, അത് ആക്ഷൻ സ്റ്റെപ്പുകളല്ല. നാലാമത്തെ പടി മുതലാണ് ശരിക്കുമായിട്ടുള്ള സ്പിരിച്വാലിറ്റിയുടെ ആധ്യാത്മികതയുടെ തലത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ അതിന്റെ ആധ്യാത്മികതയുടെ ഏറ്റവും ഒരു ഉയർന്ന തലത്തിലേക്ക് വരാൻ പോവാണ് 8-9 പടികൾ കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള 10-15 പടികളുണ്ട്. അപ്പൊ 8-9 പടികൾ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ 10-ഉം 9-ഉം 10-ഉം 11-ഉം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല 9 അല്ല 10-ഉം 11-ഉം 8-ഉം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം 10-ഉം 11-ഉം 11-ാമത്തെ പടിയിൽ പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി. അപ്പൊ പ്രാർത്ഥനയും ധ്യാനവും നടക്കണമെങ്കിൽ എന്റെ മനസ്സ് ശുദ്ധമാക്കിയാൽ മാത്രമാണ് എനിക്ക് ഈ പ്രാർത്ഥനാ ധ്യാനം എന്നുള്ള ഒരു തലത്തിലേക്ക് എനിക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് പ്രാർത്ഥന നടക്കുന്നുണ്ടാവും, പക്ഷെ ധ്യാനാവസ്ഥയിലേക്ക് വരേണ്ട ഒരു കാര്യങ്ങൾ പറയേണ്ടത് സോൾ ത്രൂ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ. അപ്പൊ ആ പ്രയർ ആൻഡ് മെഡിറ്റേഷനിലേക്ക് വരണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയിരിക്കണം, നമ്മുടെ കരങ്ങൾ ശുദ്ധമായിരിക്കണം, നമ്മുടെ കഴിഞ്ഞ കാലത്തിലുള്ള ആ ഇരുണ്ട ഭൂതകാലത്തിൽ നമ്മൾ പരിഹാരങ്ങൾ കണ്ടിരിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ആ ബിസിനസ് പങ്കാളിയുടെ മാന്യത ബാധിക്കുകയൊക്കെ ചെയ്ത് അയാളുടെ കുടുംബത്തിന്റെ വരെ മാന്യത നഷ്ടപ്പെടുകയും ചെയ്തെന്നാണ്. ഉപയോഗപ്പെടുകയും തന്റെ ഉപജീവനം അടഞ്ഞു പോവുകയും ചെയ്യുമെന്ന് അയാൾ ഭയപ്പെട്ടു. അയാളെ ആശ്രയിച്ചു കഴിയുന്നവരെ അയാളുടെ കുഴപ്പങ്ങൾ ഉൾപ്പെടുത്താൻ അയാൾക്ക് എന്താണ് അവകാശം? തന്റെ എതിരാളിയെ കുറ്റമുക്തനാക്കൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന അയാൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? അയാളുടെ ഭാര്യയെയും ബിസിനസ് പാർട്ട്ണറെയും കണ്ട് സംസാരിച്ചിട്ട് അയാൾ ഒരു തീരുമാനത്തിലെത്തി. ഇതിപ്പോ നമ്മുടെ നാട്ടിലത് അത്രമാത്രം ഇതാവുമെന്ന് അറിയത്തില്ല എന്നെ മുമ്പോട്ടുള്ള വായിക്കുമ്പോൾ. കാരണം അദ്ദേഹം അതിനുശേഷം എന്താണ് അവരോട് എല്ലാം തുറന്നു പറഞ്ഞു എന്നാ എനിക്ക് തോന്നി. പക്ഷെ അയാൾ എന്താണ് വീണ്ടും ചെയ്യുന്നത്? അദ്ദേഹം അതിനുശേഷം ഒരു പള്ളിയിലേക്ക് പോകുന്നു. എന്താണ് വിഗ്രഹം അതങ്ങ് മുഴുവൻ വായിക്കാം, നല്ല കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഈ വിനാശകരമായ അപവാദത്തിന്റെ പേരിൽ കുറ്റക്കാരനായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാൾ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് വരും വരായികൾ നേരിടുന്നതായിരിക്കും ഭേദമെന്ന് അയാൾ കരുതി. ഫലം എന്തായാലും അത് ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടതെന്ന് അയാൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ അയാൾ വീണ്ടും കുടി ആരംഭിക്കുമെന്നും തനിക്കുള്ളതെല്ലാം എങ്ങനെയെങ്കിലും നശിപ്പിക്കുകയും ചെയ്തു. വളരെ കാലം കൂടി അയാൾ ആദ്യമായി ഒരു പള്ളിയിലെത്തി. അവിടുത്തെ പ്രഭാഷണത്തിന് ശേഷം ശാന്തനായി എഴുന്നേറ്റ് നിന്ന് എല്ലാത്തിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകി. അയാളുടെ പ്രവൃത്തിക്ക് വിപുലമായ അംഗീകാരം ലഭിച്ചു. ഇന്ന് അയാൾ അയാളുടെ പട്ടണത്തിലെ ഏറ്റവും മികച്ച വിശ്വസ്തനായ പൗരനാണ്. ഇതെല്ലാം സംഭവിച്ച വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ ഇത് സാധ്യമാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ളൊരു ധൈര്യം കാണും. പക്ഷെ ഈ വ്യക്തി നമ്മളെപ്പോലെ ഒരു മദ്യപാനിയായിരുന്ന ഒരു വ്യക്തി ഇത് ചെയ്തു. അയാൾക്കതിന് വേണ്ടിയിട്ട് അയാൾ എന്താണ് ആ പള്ളിയിൽ പോകുന്നു. പള്ളിയിലെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ പള്ളിയിൽ അയാൾ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. ആ പള്ളിയിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തും ഇയാളും കാരണം എല്ലാവരും ഉണ്ടായിരുന്നിരിക്കും. അവരുടെ മുമ്പിൽ ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്റെ സുഹൃത്തിനെ ഞാൻ ദ്രോഹിച്ചു. ആക്ച്വലി അല്ല കുറ്റക്കാരൻ, ഞാനാണ് കുറ്റക്കാരൻ. എന്താ അതുകൊണ്ടോ കിട്ടിയത്? ഇന്നയാൾ അയാളുടെ പട്ടണത്തിലെ ഏറ്റവും വിശ്വസ്തനായ പൗരനാണ്. ആ ഒരു പ്രവൃത്തി മൂലം അദ്ദേഹം നാണം കെടുകയല്ല ചെയ്തത്, അയാളെ കുറിച്ച് ആൾക്കാർക്ക് മതിപ്പുണ്ടാവുകയും ചെയ്തു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വരുന്നത്. നമ്മളിന്ന് ആരെങ്കിലും ദ്രോഹിച്ചിട്ടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് നേരിട്ട് പറയാം. ഇപ്പൊ ഇതുപോലെ പള്ളിയിൽ പോയിട്ട് അമ്പലത്തിലെ ക്ഷേത്രത്തിലൊന്നും നമ്മുടെ കേരളത്തിലേക്കുള്ള നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തിലൊന്നും അങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കത് പറഞ്ഞ് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനകത്ത് യാതൊരു ഒഴിവുകളും ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മുടെ സ്പോൺസർ ആയിട്ട് സംസാരിക്കണം. ചിലർ മരിച്ചു പോയവരുണ്ടാവും. മരിച്ചു പോയിട്ടുള്ളവരുടെ എങ്ങനെ പരിഹാരം ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അതിനെല്ലാത്തിനും പരിഹാരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ ഇനി ഒരു 4-5 പടികൾ കൂടി നമ്മൾ ഒരു ഒരു ഭാണ്ഡത്തിൽ വിഴുപ്പ് കെട്ട് നമ്മൾ നമ്മുടെ തലയിൽ നിറക്കി വെച്ചതാണ്. അതിൽ നിന്ന് ഞാൻ ദ്രോഹിച്ചിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവരെ ആ വിഴുപ്പുകെട്ടിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. അതിന് ഞാൻ ഈ 8-9 പടികൾ കൂടി അവരോട് പ്രായശ്ചിത്തം ചെയ്യുന്ന പോലെ. ഇതിനകത്ത് പ്രായശ്ചിത്തത്തെ കുറിച്ചുള്ള ഇതിനകത്ത് ഞാനൊരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. 8-9 പടികളിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു നല്ലൊരു കാര്യം ഞാൻ പറയാം. കാരണം അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും.
ഒരു മിനിറ്റ് ഞാൻ ഒരു എനിവേ അത് ഞാൻ കാണുന്നില്ല. ഈ 8-9 പടികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത്, 9ാമത്തെ പടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം. കാരണം ഇനി ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ഈ ചെയ്തത് കാരണം വീണ്ടും തെറ്റ് ചെയ്തു മാപ്പ് ചോദിച്ചു, വീണ്ടും തെറ്റ് ചെയ്തു മാപ്പ് ചോദിച്ചു, അത് അങ്ങനെ പാടില്ല. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്നുള്ളൊരു തീരുമാനം കൂടി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ അത് എന്ന് വിചാരിച്ചുകൊണ്ട് ആവർത്തിക്കപ്പെട്ടുകൂടായിക്കൊന്നുമില്ല. പക്ഷെ സാധാരണ അതിൽ സംഭവിക്കില്ല. സത്യസന്ധമായിട്ടുള്ളൊരു തീരുമാനമാണ്. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് അതുകൊണ്ടാണല്ലോ നമ്മുടെ 10ാമത്തെ പടി 9 കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി. നമ്മുടെ ഈ ധാർമ്മികമായിട്ടുള്ള വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ സാധാരണ ഇതിൽ വളരെ റെയർലി ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചാൽ പോലെ അതുകൊണ്ട് 8-9 കഴിയുന്നതോടുകൂടി ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. പിന്നീട് ഉള്ള ഈ ഇത്രയും ഭാഗത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയം വല്ലതും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ചോദിച്ചു. ഓക്കെ. ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ ഗാർഹികമായ പ്രശ്നങ്ങളുടെ സാധ്യത ധാരാളമുണ്ട്. പുറത്തു പറയാൻ മടിക്കുന്ന രീതിയിൽ നാം സ്ത്രീകളുമായി ഒരുപക്ഷെ ഇടപെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ മറ്റാളുകളിൽ നിന്ന് അടിസ്ഥാനപരമായി കൂടുതൽ മോശപ്പെട്ടവരാണോ അമിത മദ്യപാനാസക്തർ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷെ കുടി കുടുംബത്തിലെ ലൈംഗിക ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. കുറച്ചു കാലത്തെ ഒരു അമിത മദ്യപാനം കൊണ്ട് ഒരു ഭാര്യ പരീക്ഷയും വിദേശവതിയും ആരോടും ഒന്നും മിണ്ടാത്തവളുമായി തീരുന്നു. ഭർത്താവ് ആകട്ടെ തന്നെ കുറിച്ച് ദുഃഖിതനുമായി തീരുന്നു. അപ്പൊ ഏതൊരു കുടുംബത്തിലും മദ്യത്തിന്റെ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള അവസ്ഥയിൽ കുടുംബ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഒരു ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവിന്റെ പരിചരണവും സ്നേഹവും. നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരത്തിന്റെ ഉള്ളിലൊരു ഭാര്യയുടെ ഉള്ളില് ഒരു പുകയുന്ന ഒരു ഇതുമായിട്ട് എപ്പോഴും നമ്മുടെ കിടക്കും. ചിലർക്കും പ്രതികരിക്കാൻ പറ്റില്ല. ചില സ്ത്രീകൾ പ്രതികരിക്കുന്നുണ്ടാവും, വഴക്കുണ്ടാക്കാൻ. ചിലർക്ക് വഴക്കുണ്ടാക്കാൻ ഭയമായിരിക്കും ഭർത്താവിന്. അപ്പൊ ഇതുപോലെ തന്നെ ഈ മദ്യത്തിന്റെ പേരിൽ എന്തെങ്കിലും കാര്യത്തിൽ എപ്പോഴും നമ്മുടെ തലയിൽ കുത്തുകൊണ്ട് നമ്മളും ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും. നമ്മൾ പോലത്തേന് വെളിവില്ലാതെയാണ് പോയി കിടക്കുന്നത്. നീ എന്തെങ്കിലും കാരണവശാല് എന്റേതായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഒരു സമ്മതവും അവർക്കൊരു സ്നേഹം കൊടുത്തുകൊണ്ടല്ല. ഒരു യന്ത്രം പോലെ നമ്മളൊരു ഇതാണ് ഭാര്യയെ റേപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഒരു പക്ഷെ നമ്മുടെയൊക്കെ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ നടക്കുന്നത്. സ്വന്തം ഭാര്യയെ റേപ്പ് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു ഭാര്യയെ സ്ത്രീകളുടെ ഉള്ളിലും ഭയങ്കരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ അവരിൽ നിന്ന് അകലും പതിനെ. അപ്പൊ എനിക്ക് എന്തോന്ന് എന്റെ ആഗ്രഹത്തിനുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന ആളുകൾ ചില ഇതാണ് കുറിച്ച് പറയുന്നതിനകത്ത് മദ്യത്തിന് പുറമെ മറ്റെന്തിനോ കൂടി വേണ്ടി നൈറ്റ് ക്ലബുകൾ അതുപോലുള്ള സ്ഥലങ്ങളിലോ അയാൾ ചുറ്റി തിരിയാൻ തുടങ്ങുന്നു. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നൈറ്റ് ക്ലബുകൾ ഇപ്പൊ ഇവിടെ നഗരങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഒന്നും അങ്ങനെയൊന്നുള്ള സെറ്റപ്പ് ഒന്നുമില്ല. എങ്കിൽ പോലും അങ്ങനെ അതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള പരസ്ത്രീ ബന്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചേരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി കഴിയുമ്പോൾ എവളാണ് എന്നെ ശരിക്കും എന്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. എവൾ എന്നെ ശരിക്കും മനസ്സിലായി. എവളാണ് പെർഫെക്റ്റ് എന്റെ ജീവിതത്തിൽ വരേണ്ടിയിരുന്ന പെണ്ണ്. വെറും കൂതലായിട്ട് കിടക്കുന്ന പെണ്ണായിരിക്കും. പക്ഷെ നമ്മൾ അവരോട് ഒരു ആസക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ നല്ല പെണ്ണുങ്ങളാവാൻ വഴിയുണ്ട് കേട്ടോ. അവരുടെ രണ്ടും ഉണ്ട്. ഒന്നും മാത്രം പറയരുത്. ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത നല്ല കുട്ടികളുമായിട്ട് നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ജീവിതം നമ്മൾ നശിപ്പിച്ചു കളയും നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ തന്നെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയും അയാൾക്ക് അതിശക്തമായ സ്വകാര്യ ബന്ധം ഉണ്ടായിരിക്കും.
വളരെ ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ, അവൾ അയാളെ ശരിക്കും മനസ്സിലാക്കുന്നവളായിരിക്കാം. പക്ഷെ അത്തരം ഒരു കാര്യം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഇപ്രകാരം പരസ്ത്രീ ബന്ധം പുലർത്തുന്ന ഒരാൾ പലപ്പോഴും ദുഃഖിതനായിരിക്കും. പ്രത്യേകിച്ച് അയാൾ വിവാഹം ചെയ്തിരിക്കുന്നത് എല്ലാ നാരകയാതനകളും അയാളുടെ അനുഭവിച്ചിട്ടുള്ള കൂറും ധീരതയുള്ള ഒരു ഭാര്യയാണ് അവൾ. ഒരു ഭാര്യ സ്വന്തം ഭാര്യയോട് കാണിക്കുന്ന ഒരു വഞ്ചന, പാപം. നമ്മളിതൊക്കെ ഒരു അലങ്കാരമായിട്ട് ഒരു കാലത്ത് അവിടെ ഇവിടെയൊക്കെ 2-3 ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നമ്മൾ വലിയ മഹാനാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. നമ്മുടെ വളരെ കുറച്ചടുത്ത സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള. അപ്പൊ അവിടെയൊക്കെ ഒരു വലിയൊരു വീരവാദം മുടക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ആക്ച്വലി മാത്രം തെറ്റാണ്. തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, തന്റെ മദ്യപാന കാലത്ത് കുടിച്ച് നമ്മുടെ ഛർദിയും മൂത്രവും മറ്റെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ഭാര്യയെ നമ്മൾ മറന്നു പോകുന്നു. തത്കാലികമായിട്ട് കിട്ടുന്ന ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ മക്കളെയും ഭാര്യയെല്ലാം മറന്നിട്ട് വേറൊരു പരസ്ത്രീ ബന്ധത്തിലേക്ക് പോകുന്നു. എത്രയോ പേരുടെ ജീവിതങ്ങൾ അങ്ങനെയൊക്കെ നശിച്ചു പോയിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ഇതൊക്കെ സ്വയം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിലേക്കൊന്നും കൂടുതൽ കയറുന്നില്ല. പിന്നെ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഈ 9ാമത്തെ പടിയിലേക്ക് വരുമ്പോൾ ഒരു വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഈ അടുത്ത പേജിൽ 80ാമത്തെ പേജിൽ 79 കാര്യത്തിന്റെ സ്ഥിതി എന്താണെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ എന്താണെങ്കിലും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യയ്ക്ക് അറിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാം പിന്നെ അവളോട് തുറന്ന് പറയണോ? എനിക്ക് ഇങ്ങനെയുള്ള ഇല്ലീസിറ്റ് റിലേഷൻസ് അല്ല പരസ്പരി ബന്ധം ഉണ്ടെങ്കിൽ ഇത് ഞാൻ അവളോട് തുറന്നു പറയേണ്ടതുണ്ടോ? എല്ലായ്പ്പോഴും വേണ്ടി വരില്ല എന്നാണ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അവൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കാടത്തങ്ങൾക്ക് പൊതുവെ അവൾക്ക് അറിയാമെങ്കിൽ എല്ലാം വിശദമായി പറയേണ്ടതുണ്ട്. നമ്മുടെ ഈ ചെയ്തികളൊക്കെ ഭാര്യയ്ക്ക് അറിയാമെന്നില്ല, തുറന്ന് പറയേണ്ടതുണ്ടോ? തീർച്ചയായും നാം നമ്മുടെ കുറ്റങ്ങൾ തുറന്ന് സമ്മതിക്കണം. അവൾ എല്ലാ വിവരം അറിയാൻ നിർബന്ധം പിടിച്ചേക്കാം. സ്വന്തം ജീവിതത്തിലുള്ള ആ സ്ത്രീ ആരാണെന്നും എവിടെയാണെന്നും ഭാര്യയ്ക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. മറ്റൊരു വ്യക്തിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരണം പറയേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഇനി ഏതെങ്കിലും കാരണവശാൽ എനിക്ക് അവിടെ ഒരു റിലേഷൻ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് വൈഫിന് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ, നമ്മൾ അറിയുകയും ചെയ്തിട്ടുണ്ട്, നമ്മളെ ബന്ധങ്ങളെ കുറിച്ച് വൈഫിനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓക്കെ, എനിക്കിങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇന്ന് ഞാൻ അതിൽ നിന്ന് മോചനമാണ്. പക്ഷെ അത് ആരാണ് എന്താണെന്ന് ഒരിക്കലും പറയാതെ, ആരോടാണ് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നത്, എന്തായിരുന്നു അവർ എത്രമാത്രം ചോദിച്ചാലും അതിലും നമ്മൾ അറിയേണ്ടത് കഴിഞ്ഞൊരു അധ്യായമാണ്. ഇനി അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വേറൊരു വ്യക്തിയുടെ ഒരു ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് പറഞ്ഞിട്ട് സ്നേഹപൂർവ്വം അതിൽ നിന്ന് അതും മനസ്സിലാക്കിക്കോളും. കാരണം നമ്മളെ മദ്യപിക്കാതെ നിൽക്കുന്ന ഒരു തലത്തിൽ ഭാര്യയ്ക്ക് അത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനും ഇപ്പൊ പോരാത്തതിനിപ്പോ നമുക്കിപ്പോ അലനോന്റെ ഒക്കെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അലനോണിൽ പോകുന്ന ഭാര്യമാരാണെങ്കിൽ അവർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അവരതുകൊണ്ട് കൂടുതൽ പിടിവാശി പിടിക്കത്തില്ല. അത് ആരാണെന്ന് എനിക്ക് അറിയണമെന്നൊന്നും പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. കാരണം എന്റെ മനസമാധാനത്തിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സന്തുലിതാവസ്ഥ, സമചിത്തതയൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാകാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരതിനെ കൂടുതൽ അറിയാനായിട്ട് ചോദിച്ചിട്ട് പറയുകയും ചെയ്യരുത്. ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് ദുഃഖമുള്ളവരാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞങ്ങൾ അത് ആവർത്തിക്കും. ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഇനി ഉള്ള കാലത്ത് ഇവിടെ ഞാൻ ഈ 9ാമത്തെ പടി ചെയ്യുമ്പോൾ ഞാൻ ഇനി ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഈ തെറ്റ് ചെയ്തുള്ളവരോടൊക്കെ പൈസ വാങ്ങിയവരോടാണെങ്കിലും മറ്റ് ലൈംഗികമായിട്ടുള്ള വിഹിത ബന്ധങ്ങളായാലും ശരി, മറ്റുള്ളവന്റെ മുതല് മോഷ്ടിച്ചിട്ട് അതിനെക്കുറിച്ച് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെയൊക്കെ എല്ലാത്തിലും ഒരു തീരുമാനം എടുക്കണം. ഐ വിൽ നോട്ട് റിപ്പീറ്റ്. ദൈവം ഇനി ഞാനത് ചെയ്യില്ല. അവരോട് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്നോട് തന്നെയും ദൈവത്തോടും ഞാനിവിടെ പറയണം. ആ ഒരു തീരുമാനത്തിൽ കൂടെയാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവില്ല. കാരണം ഞാനിവിടെ ഒരു പുതിയൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാവാണ്. ഇതൊരു വലിയൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള നിബന്ധന ഇക്കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഞങ്ങൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രീതി ഇതാണെന്ന് കണ്ടിട്ടുണ്ട്. അതിപ്പോ വിശദീകരിച്ചാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ധാരണ ഒരു വശത്തേക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു പാതയല്ല.
അത് ഭാര്യയ്ക്ക് എന്നതുപോലെ തന്നെ ഭർത്താവിന് നല്ലതില്ല. നമുക്ക് മറക്കാൻ പറ്റുമെങ്കിൽ അവൾക്കും അതിന് കഴിയും. അവളുടെ അസൂയ എന്ന് പഴിച്ചേക്കാനിടയുള്ള വ്യക്തിയുടെ പേര് അവളോട് പറയാതിരിക്കുകയായിരിക്കും ഏറ്റവും ഉത്തമം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ച് തന്നെ ഒരു വിഷയമാണ് അവൾക്ക്. കാരണം എന്റെ ഭർത്താവിന് വേറൊരു സ്ത്രീയോട് ബന്ധമെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ആ സ്ത്രീയോട് ഭയങ്കര അസൂയ ഉണ്ടാവില്ല. പെണ്ണില് കിട്ടാത്തൊരു സുഖം ഭർത്താവിന് അവളിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള അല്ലെ തന്നെ ഒരു ഫെമിനിൻ ജലസി എന്ന് പറയത്തില്ല, ഫെമിനിൻ ജലൻ, സ്ത്രീകൾക്കുള്ള ഒരു അസൂയത. അപ്പൊ അത് നമ്മൾ അതുകൊണ്ട് ഇത് പറയാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഒരിക്കലും ആ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. കൂടുതൽ സത്യസന്ധതയ്ക്ക് പോയിട്ട് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ ആൽക്കോളിക് അനോണിമസിൽ. ഭാര്യയുടെ മുമ്പിൽ കൂടുതൽ സത്യസന്ധതയ്ക്ക് പോയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ചിലരെ ഡൈവേഴ്സ് വരെ നടന്നിട്ടുള്ള ചരിത്രമായിരിക്കും. ഡൽഹിയിൽ എനിക്ക് രണ്ടുപേരെ അറിയാം. കൂടുതൽ ഓപ്പൺ ആകാൻ പോയതിനു ശേഷം പറ്റി. അപ്പൊ ഒന്നും മറച്ചു വെക്കാതെ വെട്ടിത്തുറന്ന് പറയേണ്ടതുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ഇത്തരം ഗാഢമായ സാഹചര്യങ്ങളെ കുറിച്ച് പുറത്തുള്ള ഒരാൾക്ക് ഒന്നും മനസ്സിലാവില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞെന്നാണ് സദ്ബുദ്ധിയുടെ സ്നേഹാർദ്രമായ ദയയുടെ മാർഗമെന്ന് രണ്ടുപേരും തീരുമാനിച്ചത്. ഇരുവരിൽ ഓരോ ആളും മറ്റേയാളിന്റെ സന്തോഷം മനസ്സിൽ കരുതി അതിനായി പ്രാർത്ഥിക്കട്ടെ. നാം നേരിടുന്നത് ഏറ്റവും ഭയങ്കരമായ മനുഷ്യവികാരമായ അസൂയയോടെയാണെന്ന കാര്യം എപ്പോഴും കരുതിയിരിക്കും. നേർക്ക് നേരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം ഏതെങ്കിലും ഒരു പാർശ്വ ഭാഗത്തു കൂടെയുള്ള ആക്രമണം നൽകാണെന്ന ഒരു നല്ല പട്ടാള മേധാവി കരുതുന്നു. അതായത് ഒരു ഇതാണ് ഇവിടെ ഹിയർ കംസ് ദ ഹെൽപ്പ് ഓഫ് എ സ്പോൺസർ. ഒരു സ്പോൺസറുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒരു ഈ ഭാഗങ്ങളിൽ ഈ 8-9 പടികൾ ചെയ്യുമ്പോൾ അനുദിനം എപ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിന് മുമ്പ് സ്പോൺസറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എങ്ങനെ ഇതിന്, കാരണം ഈ സ്പോൺസർ 8-9 പടി ചെയ്തിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് നമ്മൾ ഇത് ചെയ്യാൻ പറ്റും. പടികൾ ചെയ്തിട്ടുള്ള സ്പോൺസർ ആയിരുന്നു, സ്പോൺസർ ആയിരുന്നിട്ട് അറിയില്ല. പടികൾ ചെയ്തിട്ടുള്ള സ്പോൺസറാണ്. ആ സ്പോൺസർക്ക് നമുക്ക് വഴികൾ പറഞ്ഞു തരാനുള്ള സാധ്യത. അപ്പൊ ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത്, നേരിട്ട് യുദ്ധം ചെയ്യണോ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഇംഗ്ലീഷിന്റെ ഒരു ഇത് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണം 8-9 പടികൾ ചെയ്യാൻ. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചില്ല് ഗ്ലാസ് പോലെ പൊട്ടിയുടായി ജീവിതം. വീണ്ടും ഒരു മദ്യപാനത്തിലേക്ക് അവരെ പോയിക്കൂടായില്ല. ഒരു സ്പോൺസറുമായിട്ടുള്ള നിരന്തര ബന്ധം നമുക്കുണ്ടായിരിക്കും. അതിന്റെ അടുത്ത് 81-ാമത്തെ പേജില് ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന ഇടയ്ക്കുള്ള ഒരു പാരാഗ്രാഫ് ഞാൻ അങ്ങോട്ടേക്കാണ് പറയാൻ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അലറിപ്പാഞ്ഞെടുക്കുന്ന ഒരു ചുഴലിക്കൊടുങ്കാറ്റ് പോലെയാണ് അമിത മദ്യപാനം. ഹൃദയങ്ങൾ ഭേദിക്കപ്പെടുന്നു, മധുരമയാർന്ന ബന്ധങ്ങൾ മരിക്കുന്നു, സ്നേഹബന്ധങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടുന്നു. സ്വാർത്ഥത നിറഞ്ഞതും മറ്റുള്ളവരെ കുറിച്ചും ഒട്ടും പരിഗണനയില്ലാത്ത ശീലങ്ങൾ വീടിനെ ആകെ കലങ്ങി മറിഞ്ഞ നിലയിലാക്കിയിട്ടാണ്. തനിക്ക് കൊടുക്കാതിരിക്കുന്ന അവസ്ഥ മാത്രം മതി എന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ ഒട്ടും ചിന്തിക്കുന്നേയില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള തുരങ്കത്തിനുള്ളിൽ പുറത്തേക്ക് വന്ന് തകർത്ത് തരിപ്പണമായ തന്റെ വീട് കാണുന്ന ഒരു കർഷകനെ പോലെയാണ് ഭാര്യയോട് അയാൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും കാണേണ്ട എന്റെ പെമ്പറുന്നവരെ, കൊടുങ്കാറ്റ് നിന്നു എന്ന് തന്നെ വലിയൊരു കാര്യമാണ്. ഇംഗ്ലീഷിന്റെ മലയാളം ട്രാൻസ്ലേഷനുള്ളൊരു ഇച്ചിരി സ്വല്പാപകഥകളൊക്കെ ഉണ്ട്, എന്നാൽ പോലും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വളരെ ഈ പാരഗ്രാഫ് നമ്മുടെ എല്ലാ കുടുംബത്തിലും നടന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിലും, ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ പോലും ജീവിതത്തിൽ സംഭവിക്കാതിരുന്നിട്ടില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, മറ്റുള്ളവരാണ് എന്റെ കുടുംബത്തിലുള്ള ജീവിതത്തിലേക്ക് അലറിപ്പാഞ്ഞെടുക്കുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് അമിത മദ്യപാനം. ഹൃദയങ്ങൾ ഭേദിക്കപ്പെടുന്നു. ഭാര്യയുടെയും മക്കളുടെയും ഹൃദയങ്ങൾ കൊത്തിപ്പറിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, നൊമ്പരപ്പെടുന്നത്. മധുരമയാർന്ന ബന്ധങ്ങൾ മരിക്കുന്നു. നമ്മൾ സ്നേഹിച്ച് സ്നേഹത്തോടു കൂടി എന്നെ വിളിച്ച് എന്നെ ഒരു അപ്പനും അമ്മയും വളർത്തിയ ഒരു പെൺകുട്ടിയെ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആദ്യകാലങ്ങളിലെല്ലാം നല്ല സുഖമായിട്ടല്ല എല്ലാവരും കല്യാണത്തിന്റെ അതിനുശേഷം പിന്നെ എന്താണ് മദ്യത്തിന്റെ ഇത് വന്നു കഴിയുമ്പോൾ ആ സ്നേഹം എല്ലാം മരിച്ചു പോകുന്നു. മധുരമയാർന്ന ബന്ധങ്ങൾ മരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? മദ്യത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം വരുന്ന അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ പോകുന്നു. സ്നേഹബന്ധങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടുന്നു.
നമ്മുടെ സ്നേഹബന്ധം ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വേരോടെ, കാരണം ഇവിടെ കൊടുങ്കാറ്റ് പോലെയാണ് നമ്മൾ വരുന്നത്. ഒരു മദ്യപാന ജീവിതം എല്ലാം വേരോടെ പിഴുതെറിയപ്പെടുന്നു. ഇതിനെല്ലാം ഉള്ള ഒരു പരിഹാരമായിട്ടാണ് നമുക്ക് ഈ 9, 8, 9 പടികൾ. സ്വാർത്ഥം എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ കുറിച്ച് ഒട്ടും പരിഗണയില്ലാത്ത ശീലങ്ങൾ വീടിനെ ആകെ കലങ്ങി മറിഞ്ഞ നിലയിലാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യം, നമ്മൾ വായിക്കണം. ഇതാണ് സ്റ്റഡി ചെയ്യുന്നതിന്റെ പ്രധാനം. വായിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുക. അതാണ് ഒരു സ്പോൺസറെ കാണാൻ പോകുമ്പോൾ എപ്പോഴും ബിഗ് ബുക്ക് കഴിയും. ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു വരുന്ന ഭാഗങ്ങളെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഇതുണ്ടെങ്കിൽ അതിന് ഹൈലൈറ്റ് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ പോകണം. അങ്ങനെ ചെയ്താൽ അതിന്റെ പ്രയോജനം ഉണ്ടാവും. അങ്ങനെ ചെയ്തെങ്കിലേ അത് തീരുള്ളൂ. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ അന്ധമായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോക്ക് അത്ര സുഖമല്ല. കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ എത്രമാത്രം ഇതിനകത്ത് പ്രോഗ്രാം വർക്ക് ചെയ്യുമോ അത്രമാത്രം എന്റെ സോബറേറ്റ് നന്നായിട്ട് വരും. ഇനി ഇതിന്റെയൊക്കെ പരിഹാരമായിട്ട് അതിന്റെ അടുത്ത പാരഗ്രാഫിന്റെ അടുത്ത താഴത്തെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രഭാത ധ്യാനങ്ങളിൽ ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ദയയ്ക്കും സ്നേഹത്തിനുമുള്ള മാർഗം കാണിച്ചു തരുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 9ാമത്തെ പടിയിൽ, ഈ 9ാമത്തെ പടിയിൽ വെച്ചിട്ട് ഞാൻ ഒരു പുതിയൊരു രീതിയിലേക്ക് വരികയാണ്. നിത്യമായിട്ടുള്ള, ഒരു ദിവസമല്ല ചെയ്യേണ്ടത്. എന്റെ പ്രഭാതത്തിലുള്ള ധ്യാനങ്ങളിൽ, പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ, അത് അവരവരുടെ സൗകര്യത്തിന് ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുക. ക്ഷമയ്ക്കും, ഞാൻ ക്ഷമിക്കുന്നു, എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു. സഹിഷ്ണുതയ്ക്കും ദയയ്ക്കും സ്നേഹത്തിനുമുള്ള മാർഗം കാണിച്ചു തരുന്നതിനായി ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ഒരു മദ്യപാനികളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വാക്കുകളാണ്. എത്ര വലിയ വാക്കുകളാണ് നമുക്കുണ്ടായിരുന്നോ ഈ കാര്യങ്ങള്? ക്ഷമ നമുക്കുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. സഹിഷ്ണുത ഉണ്ടായിരുന്നോ? ഇല്ല. പൊട്ടിത്തെറിക്കുമായിരുന്നു. ദയ ഉണ്ടായിരുന്നോ? ഇല്ല. ക്രൂരതയാണ് കാണിച്ചിരുന്നത്. സ്നേഹം ഉണ്ടായിരുന്നോ? ഇല്ല. സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ തന്നെ അത് സ്വാർത്ഥതയായിരുന്നു. അപ്പൊ ഇതിനുള്ള മാർഗം കാണിച്ചു തരുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അടുത്ത പാരഗ്രാഫ്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അടുത്ത പാരഗ്രാഫ് വീണ്ടും പറയാണ്, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു തത്വമല്ല. സ്പിരിച്വൽ ലൈഫ് ഈസ് നോട്ട് എ തിയറി. അത് നാം ജീവിച്ചറിയേണ്ട ഒന്നാണ്. അപ്പൊ ഇത് വായിച്ചറിഞ്ഞ് ഇൻഫർമേഷൻസ് നമ്മൾ ഉണ്ടാക്കിയ പോരാ. ഐ ഹാവ് ടു ലീവ് ഇറ്റ്. ഞാൻ ഇതിൽ കൂടി സഞ്ചരിക്കണം. ഈ പാതയിൽ കൂടി ഞാൻ ജീവിക്കണം. ഈ കണ്ടെടുത്ത പാതയിൽ കൂടി ഞാൻ ഇങ്ങനെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നടന്നിട്ട് പ്രവൃത്തി നടന്നിട്ട് കാര്യമില്ല. ഞാനിപ്പോ നിങ്ങളോട് ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാനിത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറഞ്ഞെടുക്കുന്നതിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയൊരു ജീവിതം നമ്മൾ ഇവിടെ മുതലൊരു വലിയൊരു മാറ്റം നടക്കുകയാണ്. നമ്മൾ 2ാമത്തെ പടിയിൽ നമുക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ടാക്കേണ്ട നമ്മൾ റീബോൺ എന്നാണല്ലേ പറയുന്നത്. നമ്മൾ പുനർജനിക്കപ്പെട്ടിരിക്കുന്നതാണ് ബിഗ് ബുക്ക് എഴുതിയിരിക്കുന്നത്. ആ പുനർജനനത്തിൽ നിന്നുണ്ടായതിന്റെ പുതിയൊരു അറിവും അനുഭവവും ആണ് ഈ 9ാമത്തെ പടിയിൽ. 5ാമത്തെ പടിയിൽ ദൈവാനുഭവം ഉണ്ടാവുകയാണ്. 9ാമത്തെ പടിയിൽ കൂടി ദൈവത്തിന്റെ എന്ത് വാക്കിട്ട് വേണമെങ്കിലും വിളിക്കാം. ആധ്യാത്മികമായിട്ടുള്ള നല്ലൊരു തലത്തിലേക്ക് നമുക്ക് ഇവിടെ മാറാൻ പറ്റും. ഇവിടെ എല്ലാം എളിമ, വിനയം നമ്മുടെ ഇതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ വിനയഭാവം വന്നാൽ മാത്രമാണ് 5ാമത്തെ പടിയിൽ നമുക്ക് കിട്ടിയതാണ് വിനയത്തിന്റെ ഭാവം. 5ാമത്തെ പടിയിൽ ഞാൻ എന്റെ തെറ്റുകളും എന്നോട് തന്നെയും മറ്റുള്ളവരോടും ദൈവത്തോട് ഏറ്റുപറയുന്നതോടുകൂടി വിനയഭാവം എന്റെ ഉള്ളിൽ വന്നതാണ്. ആ വിനയഭാവമാണ് മുമ്പോട്ട് ഉള്ള പടികളിൽ ഈ 6, 7 പടികളൊക്കെ ചെയ്തു വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഞാനൊന്ന് പുറകോട്ട് വരാം. ബിഗ് ബുക്ക് ഉള്ളവരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 68ാമത്തെ പേജിൽ ഞാനത് വായിച്ചു. നമ്മള് 4ാമത്തെ പടിയുടെ 4, 5 ഒക്കെ പടി ചെയ്ത് വന്ന സമയത്ത് നമ്മള് 4ാമത്തെ പടിയിൽ വന്നിട്ടുള്ളൊരു ഭാഗമാണ്. അതിനകത്ത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഈ 9ാമത്തെ പടിയിലേക്ക് ഈ 68ാമത്തെ പേജിലേക്ക് വന്നിട്ട് ഇവിടെ ബിഗ് ബുക്ക് ഉള്ളവരൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് നോക്കിക്കോളാം. ഈ വിധം ഉദാത്തമായിരുന്നു പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് തുടങ്ങുന്നുണ്ട്. 2 പാരഗ്രാഫ് ഉണ്ട്. അതിനകത്തൊരു പ്രാർത്ഥനയായിട്ട് ഇതിനെ കാണാം. ആ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്? ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഈ വിധം എന്നുള്ള
മുതല് ഒരു പ്രാർത്ഥനയായിട്ട് എഴുതുക. അവിടെ ദൈവമേന്ന് എഴുതി വെക്കുക. ദൈവമേ, ഉദാത്തമായ ഒരു തെളിഞ്ഞ കുടുംബ ജീവിതത്തിന് രൂപം നൽകാൻ ഞങ്ങൾ എന്നുള്ളത് ഞാൻ ശ്രമിച്ചു. എല്ലാ ബന്ധങ്ങളെയും, ഞങ്ങൾ എന്നാണ് ഇതിനകത്ത് എഴുതുന്നത്, എല്ലാ ബന്ധങ്ങളെയും ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി. ഇത് സ്വാർത്ഥതാപരമായിരുന്നു. മാതൃകമായ ഒരു കുടുംബ ജീവിതം രൂപപ്പെടാനും അതിൽ ജീവിക്കാനും ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. സെക്സ് ദൈവം തന്നതാണെന്നും അതുകൊണ്ട് അത് നല്ലതാണെന്നും ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഞാനെന്നുള്ള പറയുന്നിടത്തൊക്കെ ഞങ്ങൾ എന്നാണ് ബിബിൾ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ ഞാനെന്നാക്കിക്കോളുക. അത് ലാഘവത്തോടെ എടുക്കാനോ സ്വാർത്ഥപരമോ അല്ല. അവജ്ഞയോടെയോ ആർത്തിയോടെയോ കാണേണ്ടതുമല്ല. എന്റെ ജീവിത ദർശനം എങ്ങനെ രൂപപ്പെടുത്തുമോ അതിലേക്ക് ഞാൻ വളരേണ്ടതുണ്ട്. എന്റെ തെറ്റുകൾക്ക് ഞാൻ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നോക്കുക എന്നാണ്. ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു തന്ന ഭാഗമാണ് 8-9 പടികളാണ്. 4ാമത്തെ പടിയിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ മറ്റേതൊരു പ്രശ്നവും പോലെ ഞാൻ സെക്സും കൈകാര്യം ചെയ്യുന്നു. ഓരോ പ്രശ്നത്തിലും എന്താണ് വേണ്ടതെന്ന് ഞാൻ ദൈവത്തോട് ധ്യാനിക്കുന്നു. ശരിയായ ഉത്തരം കിട്ടും എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പ്രഭാത വേളകളിൽ ഈ പ്രാർത്ഥന ഇതൊരു പ്രാർത്ഥനയായിട്ട്, കാരണം ഇതൊരു സ്റ്റെപ്പ് സ്റ്റഡിയിൽ നിന്ന് ആരുടേതാണെന്ന് ഓർക്കുന്നില്ല. ഒരു പഴമക്കാരനായിട്ട് എനിക്ക് തന്നെ ഒരു ഫോറിനറാണ്, ഒരു കാനഡിയൻ. അതിന് ഒരു കാനഡിയൻ ബിൽ സ്മിത്ത് എന്ന് പറഞ്ഞ ട്രയലുടെ ഒരു സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് അത് പിന്നീട് അത് എന്റെ സ്പോൺസറായിട്ട് അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുകയും ചെയ്തു. ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചത് 68ാമത്തെ പേജ്. ബിഗ് ബുക്ക് കയ്യിലില്ലാത്തവര് അത് ഒന്ന് കടലാസിൽ നോക്കിയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പ്രഭാതത്തിൽ ഈ 9ാമത്തെ പടിയിൽ വരുന്ന പ്രഭാത വേളകളിൽ, ഈ പ്രഭാത ധ്യാനങ്ങളിൽ ഈ പ്രാർത്ഥന ചൊല്ലിയ ധാരാളമായിരിക്കും. ഒരു പ്രാർത്ഥനയായിട്ട് എടുക്കണം. 2 ചെറിയ പാരഗ്രാഫാണ് കേട്ടോ. അപ്പോ ഈ 82ാമത്തെ പേജിലുള്ള നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത തെറ്റുകളുണ്ടാകും. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളത് ശരിയാക്കുമായിരുന്നു എന്ന് ഞങ്ങളോട് സത്യസന്ധമായി പറയാൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത തെറ്റുകളുണ്ടാകും. ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളത് ശരിയാക്കുമായിരുന്നെന്ന് ഞങ്ങളോട് സത്യസന്ധമായി പറയാൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ചില ആളുകളെ നേരിട്ട് കാണാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് സത്യസന്ധമായ ഒരു കത്ത് ഞങ്ങൾ അയക്കും. ചില കാര്യത്തിൽ തെറ്റുപറ്റുന്നത് ശരിയാക്കാൻ നീട്ടിക്കൊണ്ടുപോകാൻ അതിന് തക്കതായ കാരണമുണ്ടായേക്കാം. പക്ഷെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അത് താമസിക്കാറില്ല. ഏറാൻ മുട്ടികളാകാതെയും ഉപയോഗശൂന്യരാകാതെയും നാം സാമാന്യ ബുദ്ധികളുള്ളവരായും നയമാരമായ സമീപനമുള്ളവരായും മറ്റുള്ളവരുടെ പരിഗണനയുള്ളവരായും വിനയാന്യതരും, ആ വാക്ക് ശ്രദ്ധിക്കുക, വിനയാന്യതരുമായിരിക്കും. ദൈവത്തിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു പദവിയാണ്. ദൈവത്തിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ സ്വന്തം കാലുകളിൽ നിൽക്കുന്നു. ഞങ്ങൾ ആരുടെ മുമ്പിലും ഇഴയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പാരഗ്രാഫിൽ കണ്ടോ, നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത പല തെറ്റുകളുണ്ടാകും. ഒരു പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ ശരിയാക്കുമായിരുന്നു ഞങ്ങളോട് സത്യം. എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും തന്നെ എന്ത് പരിഹാരം ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്കൊട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ഇതിനെ കുറിച്ച് എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ, സത്യസന്ധമായി പറയാൻ കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണ്ട. സത്യസന്ധമായിരിക്കും. ഒരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റില്ല, ചെയ്തു പോയി. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പരിഹാരം ചെയ്യാനുള്ള ഒരു മാർഗമില്ല. അപ്പൊ അവിടെ ഞാൻ അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു എന്റെ മനസ്സിനോടും, അതിനാണ് നമ്മൾ തുറന്ന് സംസാരിക്കുന്ന ഒരു സ്പോൺസറുമായിട്ട് സംസാരിക്കുന്നത്. സ്പോൺസർ പറയും അത് ലെറ്റ് ഗോ ചെയ്തേക്കാം, വിട്ടേക്കാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് നീ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഏറ്റു പറഞ്ഞതാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറയാന്ന് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ അതിനെ കാണുക. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പാരഗ്രാഫിൽ അതിപ്പോ സെക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഒരു പെൺകുട്ടിയായിട്ട് നമുക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടായിട്ട് അവളുടെ ജീവിതത്തെ അവള് നമ്മൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു പോയില്ല, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ അഭിപ്രായത്തിന്റെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എന്റെ തെറ്റുകൾ ഞാൻ പരിഹാരം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നോക്കുകയാണ്. കാരണം ഒരു കല്യാണം കഴിഞ്ഞ അവള് ജീവിക്കാൻ അവൾക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് ക്ഷമ വയ്ക്കാൻ പറ്റും. അവളുടെ ഭർത്താവിന്റെ എങ്ങനെയായാലും ആ കഴിഞ്ഞ ഒരു അധ്യായമാണ്.
അപ്പൊ അതുകൊണ്ട് കഴിയുന്നത് അങ്ങനെയുള്ള പറയാനുള്ള ഒരു സാഹചര്യം അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനോ അതിനെക്കുറിച്ച് കുറച്ച് വേലാതിപ്പുണ്ടാകില്ല. അതുകൊണ്ടാണ് ചുരുക്കത്തിൽ മറ്റേതൊരു പ്രശ്നം പോലെ സെക്സ് ഞാൻ കൈകാര്യം ചെയ്യുന്നു. ഓരോ പ്രശ്നത്തിലും എന്താണ് വേണ്ടത് ഞാൻ ദൈവത്തോട് ധ്യാനിക്കുന്നു. ശരിയായിട്ട് ഉത്തരം കിട്ടും എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. ആ ഒരു പ്രാർത്ഥന നിങ്ങൾ ഓർത്തിരുന്നുള്ള 8-9 പടിയുടെ ഭാഗത്ത്. ഇനിയാണ് ഈ 9ാമത്തെ പടിയുടെ പ്രോമിസ്. അത് നമ്മൾ ഒരുവിധമുള്ള മീറ്റിങ്ങുകളിലെല്ലാം വായിക്കുന്നതാണ്. നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന്, പലപ്പോഴും പറയാറില്ല എയുടെ പ്രോഗ്രാം ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്, എളുപ്പത്തിൽ ചെയ്യണം, സരളമായി ചെയ്യുക എന്ന് പറയും. സരളതയൊന്നുമില്ല, കഠിനാധ്വാനം തന്നെ വേണം. വിഗറസ് ഹോണസ്റ്റി. ആ കഠിനാധ്വാനം എന്ന് പറയുന്നതാണ് കൃത്യമായ സത്യസന്ധത. ആ സത്യസന്ധതയ്ക്ക് നമ്മൾ തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുതപരത ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോകും. നമ്മുടെ 12 വാഗ്ദാനങ്ങൾ പറയാൻ ഉള്ളതിൽ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. എന്താണ് നമ്മൾ അത്ഭുതപരത. കാരണം ഞാൻ ഇത്രയും, കാരണം ഈ ഒരു 3 വർഷം 4 വർഷമൊക്കെ സോബറിറ്റി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഫിസിക്കലി ഒരു റിപ്പയറോ ഉണ്ടാവും, ഫൈനാൻഷ്യലി വ്യത്യാസങ്ങൾ ജീവിതത്തിലുണ്ടാവും, കടങ്ങളൊക്കെ കുറയും. അങ്ങനെ ജീവിതത്തിൽ വീട്ടിലും ഇതിലൊക്കെ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാവും. അതൊരു വാഗ്ദാനമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ സന്തോഷവും സ്വാതന്ത്ര്യവും നാം അറിയാൻ പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ളത് എന്താണ്? പുതിയൊരു സന്തോഷം. കാരണം ഇന്ന് ഞാൻ മദ്യത്തോടുള്ള എനിക്കൊരു ആസക്തിയില്ല. മദ്യത്തെക്കുറിച്ചുള്ള ചിന്ത പോലെ എന്റെ മനസ്സിൽ വരുന്നില്ല. സ്വതന്ത്രനാണ്. മറ്റേ മദ്യം കൊണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല ശീലങ്ങളുള്ളവരെ സിഗരറ്റ് വലിയോ അങ്ങനെയുള്ള ഒരുപാട് അഡിക്ഷനുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കയ്യിലില്ലെങ്കിൽ നമ്മളെന്താണ് നമ്മുടെ ഒന്നാമത്തെ പടിയിൽ പറഞ്ഞിട്ടുള്ള റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്. ഹിയർ ഐ എം നോട്ട് റെസ്റ്റ്ലെസ്. നമുക്ക് 9ാമത്തെ പടിയിൽ എത്തുമ്പോഴത്തേക്ക് യാതൊരു റെസ്റ്റ്ലെസ്, പ്രശാന്തതയാണ്. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് അതൊരുമില്ല. എനിക്കൊരു മുൻഷുണ്ടിയില്ല. ഇറിറ്റബിൾ അല്ല മനുഷ്യൻ. പെട്ടെന്ന് ആരോടും പൊട്ടിത്തെറിക്കുന്നില്ല. വളരെ ശാന്തനായിട്ടിരുന്ന് വന്നാൽ ചായയും കുടിച്ച് വൈഫിനോട് തിരിച്ചു വർത്താനം പറഞ്ഞിട്ട് പത്രം വായിച്ചു നമ്മൾ ഇരിക്കും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഡിസ്കണ്ടന്റ് അല്ല, അന്ന് ഡിസ്കണ്ടന്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഡിസ്കണ്ടന്റ് ആയിരുന്നു, ഉത്തരവാദിത്തമുള്ളവനാണ്. അലസത ഭാവമില്ല. അപ്പൊ ഇതിൽ നിന്നുള്ള പുതിയ സ്വാതന്ത്ര്യം ഈ 1ാമത്തെ പടിയിലെ അൺമാനേജബിലിറ്റിയിൽ നിന്നുള്ള മോചനമാണ്. മൈ ലൈഫ് ഈസ് അൺമാനേജബിൾ. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫസ്റ്റ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുക, അതിന്റെ നേരെ വാതിൽ കൊട്ടിയടക്കുകയില്ല. കഴിഞ്ഞ കാലത്തെ ഓർത്ത് ഒരു പ്രോമിസസ് ആണ്. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നാം നന്നായി ഗ്രഹിക്കും. സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യും. ഇതൊന്നും നമ്മളെല്ലായിടത്തും എന്നും വായിക്കുന്നതാണ്. ഞാൻ നല്ലൊന്നും വായിച്ചു പോകുന്നത്. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്നത് ഒരു പ്രശ്നമല്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നാം കാണും. നമ്മുടെ ജീവിതത്തിൽ ഇതാണ് ദിസ് ഈസ് ദ മെസ്സേജ്. എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തെ അളിഞ്ഞ മാറുന്ന ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തികള് ഞാനിതിവിടെ തുറന്ന് സമ്മതിക്കുന്നതോടുകൂടി മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുത്തും. ഒരു സ്പോൺസി ബന്ധത്തില് ഇവിടെ എന്താണ് ഒരു സ്പോൺസർ എന്താണ് പറയുന്നത്? നീ ഭയപ്പെടേണ്ടവനെ, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഇതിനെ പേടിക്കുന്നത്. ഇവിടെ ആരും പരിശുദ്ധന്മാരും വിശുദ്ധന്മാരൊന്നും ഇരിപ്പില്ല. ആ ഒരു തലത്തിലുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ എത്രമാത്രം നമ്മൾ ഇതിനകത്ത് സത്യസന്ധത കാണിക്കുന്നു, മറ്റൊരാൾക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്യും. എന്റെ സോബറേറ്റ് ഒരിക്കൽ കൂടി ഉറയ്ക്കും. അതല്ലാതെ ഞാൻ കുറച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വിശുദ്ധ രൂപം അണിഞ്ഞിട്ട് നടക്കുന്നതിന്റെ അർത്ഥമില്ല. ഞാൻ എപ്പോഴും സന്നദ്ധനായിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ എല്ലാ ഓരോ മീറ്റിങ്ങിലും പറയേണ്ട പരിധികളുണ്ട്. സെക്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറച്ച് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ പണി പുറത്ത് വേറെ വല്ലതും പറയുന്നത് തമ്പി എന്ന് പറഞ്ഞ പുള്ളിനെ കണ്ട് പുള്ളി വിവാഹ പരിപാടികളൊക്കെ കാണിച്ചു നടക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചിട്ടുണ്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഒരു സ്പോൺസറായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് ഓപ്പണായി പോയ പ്രശ്നങ്ങൾ ഉണ്ടാകും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയിൽ സ്വയം സഹതവും അപ്രത്യക്ഷമാകുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ്. കാരണം ഇതുവരെ പോയി മദ്യപാനം നിർത്തിയതിനു ശേഷം നമുക്ക് തന്നെ തോന്നല്ലോ, മൈ ഗോഡ്, ജീവിതം എല്ലാം കൂടെ ഒരു കോഞ്ഞാട്ട എന്ന് പറയും, പരാജയത്തിലെത്തിയുന്നുണ്ട്.
ആ ഒരു ധാരണയെ നൽകി മാറ്റി. സ്വയം സഹതാപം, ഇത് സെൽഫ് പിറ്റി എന്ന് പറയുന്ന വലിയൊരു ഒരു വിഷമാണത്. ഒരു സ്വയം സഹതാപം, ഞാനൊരു പാവം, ഇനി എന്ത് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സിലൊരു അയ്യോ പാവം എന്നുള്ളൊരു ഭാവം, അത് വളരെ ദോഷകരം. അത് മദ്യത്തിലേക്ക് കൊണ്ടെത്തി. ആ അയ്യോ ഭാവത്തിന് ശക്തിമാനായിട്ട് ആ ഒരു നെഗറ്റിവിറ്റിയാണ്. ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു വർഷം മദ്യത്തിലേക്ക് പോകാനുള്ളത്. പക്ഷെ ഇവിടെ അതല്ല. ഈ പടികൾ ഈ രീതിയിൽ ചെയ്തു വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് എ പ്രോമിസ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വാഗ്ദാനമാണ്. ഒരു പ്രോമിസസ് എന്ന് പറഞ്ഞാൽ ഐ പ്രോമിസ് യു എന്ന് പറഞ്ഞാൽ അതൊരു പ്ലഡ്ജ് ആണത്. അതിനകത്ത് വള്ളി മാറത്തില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ പടികൾ ചെയ്തു പോകുന്നവരെ സംബന്ധിച്ചുള്ള ഉറപ്പായിട്ടുണ്ട്. അപ്രത്യക്ഷമാണ്. സ്വാർത്ഥ കാര്യങ്ങളുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥ കാര്യം, നമ്മുടെ ഇതിലുള്ള സ്വാർത്ഥത പോകുന്നു. നമ്മുടെ സഹജീവികളോടുള്ള വീട്ടിലും കുടുംബത്തിലും എല്ലായിടത്തുമുള്ള എല്ലാവരോടുള്ള ഒരു സ്നേഹം വർദ്ധിക്കും. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മളിൽ നിന്ന് അകലും. ഭാഗ്യാന്വേഷണ പ്രവണത പല ആളുകൾക്കുമുള്ളേ ഒരു വല്ലാത്തൊരു ഒരു ഫൂൾസ് പാരഡൈസ്, ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ഒരുപാട് ഉണ്ട്. അതില്ല. റിയാലിറ്റി എന്ത് എന്റെ കയ്യിലുണ്ടോ ദാറ്റ് ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. എനിക്ക് എന്തുകൊണ്ട് അതിൽ ഞാൻ സന്തോഷമാണ്. സത്യസന്ധമായ രീതിയിലുള്ള സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് വലിയ നാളെ കുറിച്ചുള്ള ഭയങ്കര കൊട്ടാരം പണി ഒരു മൂടന്റെ മൂഢസ്വർഗത്തിൽ ഞാൻ ജീവിക്കില്ല. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവം, കാഴ്ചപ്പാടുന്ന ലളിതമായ ഭാഷയാണ്. ആളുകളെ കുറിച്ച്, സാമ്പത്തിക സുരക്ഷിതത്തെ കുറിച്ചുള്ള ഭയം നമ്മൾക്ക്. ആളുകളെ നമുക്ക് ഭയമായിരുന്നു. മറ്റു പലരും അവരെന്ത് വിചാരിക്കും, അവരെങ്ങനെ വിചാരിക്കും, അവരെങ്ങനെ പറയുമോ, ആ ഭയം വിട്ടുമാറും. സാമ്പത്തിക അസുരക്ഷിത. എനിക്കൊരു ഇന്നത്തെ ഈ പ്രോഗ്രാം ചെയ്യുന്നവന്റെ വീട്ടിൽ ആരുടെ വീട്ടിൽ പട്ടിണി കിടന്നാട്ടി ഞാൻ പറ്റും. അവൻ അന്നത്തേക്ക് ജീവിക്കാനുള്ള അവന്റെ വീട്ടിലുണ്ടായിരുന്നു. ഗ്യാരണ്ടീഡാണ്. ആളെ കുറിച്ച് ഓർത്ത് വേദനപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു കാര്യം മുടങ്ങത്തില്ല. നമ്മുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം നടക്കും, കല്യാണവും നടക്കും, വീടും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്തൊക്കെ പോയിട്ടുണ്ട് അതിന് നല്ലതായിട്ട് ദൈവം തരും. കാരണം സമയത്ത് ദൈവം തന്നെ ഞാൻ അനുഭവിച്ചല്ലോ. ഇന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്കിന്നും ഭയമില്ല. 100% ഞങ്ങൾ പറയും, എനിക്കൊരു ലേശം ഭയമില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഈ പടികൾ കൂടി സഞ്ചരിച്ചിട്ട് ഇപ്പൊ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ എന്തിനാ എനിക്ക് ഭയപ്പെടേണ്ട? ആ ഫിയർ ഇല്ലെന്ന്. ആ ഫിയർ ഓഫ് പീപ്പിൾ ആൻഡ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി വിൽ ലീവ് us എന്നാണ് പറയുന്നത്. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ പെട്ടെന്ന് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അന്താളിപ്പിക്കുക, വാട്ട് നെക്സ്റ്റ്, ദൈവം എന്നാ ചെയ്യുന്നുള്ളത് ആ ചിന്തയില്ല. എനിക്ക് ഐ എം ഷുവർ എനിക്കൊരു വഴി കാണിച്ചു തരാൻ ഒരു സാധ്യതയുണ്ട്. ദർ ഇസ് ഓൾവേസ് ഹോപ്പ്. ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് ഉറപ്പ് വന്നിരിക്കുന്നു. ഒരു പ്രതീക്ഷ, പ്രത്യാശ. അപ്പൊ പിന്നെ എനിക്ക് പതറേണ്ട ആവശ്യമില്ല. കൈയും കാലും മറക്കത്തില്ല എന്ത് വിഷയം വന്നാലും. ഈ അടുത്ത കാലത്തൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ മോന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. എന്താവുന്നു അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഭയങ്കര പേടിച്ചിട്ടായിരുന്നു. എന്റെ സ്പോൺസർക്ക് പറഞ്ഞു ഒന്നും പറ്റില്ല. എന്റെ പുള്ളി പറഞ്ഞു എന്റെ പേരിൽ ലൈസൻസ് ഇല്ലാത്ത റിവോൾവർ വെച്ച് വെടിവെച്ച കേസിൽ അദ്ദേഹം പ്രതിയായിട്ടുള്ള ഒരാളാണ് ഡൽഹിയില്. എങ്ങനെയെന്നറിയത്തില്ല, കേസിൽ നിന്നും രക്ഷപ്പെട്ടു. എന്റെ മോന്റെ ഈ കഴിഞ്ഞ മാസമായിരുന്നു എന്റെ മോന്റെ കേസിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. കേസിൽ നിന്ന് റിലീസായി, ഒരു കുഴപ്പമില്ലാതെ കേസ് തള്ളിപ്പോയി. ഹയർ കോർട്ടിൽ പോകാനുള്ള സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള അന്താളിപ്പിക്കുന്ന ഒരു കാര്യമില്ല. കാരണം നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, മൈ ഗോഡ്, എന്റെ ദൈവം എന്നെ കൈവടിയില്ല. കാരണം ഇത് ഒരു പുതിയ ജന്മത്തിലെ പുതിയൊരു തലമാറ്റിലോ കൊണ്ട് പുതിയൊരു ജീവിത രീതിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അതിനുശേഷം പറയുന്ന അവസാനത്തെ പ്രോമിസസ് പറയാൻ, ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. We suddenly realized that God is doing for us what we could not do for ourselves. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് വേണ്ടി ദൈവം ചെയ്തു വരുന്നു എന്നുള്ളൊരു ഐ റിയലൈസ്, ഞാൻ അനുഭവിക്കാൻ ബോധ്യപ്പെടുന്നു. അപ്പൊ അതിന്റെ അടുത്തായിട്ട് എഴുതിയിരിക്കുന്ന ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളോ അല്ലെന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്കിടയിൽ അത് സഫലമാക്കപ്പെടുന്നു. പലപ്പോഴും പെട്ടെന്ന്
ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവയെല്ലാം ഇപ്പോഴും സാധ്യമാകും. ഇതാണ് 9 പടികളുടെ സംക്ഷിപ്തമായിട്ടും കൂടിയായിട്ടും കുറച്ചായിട്ട് എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് തോന്നുന്നു. ഇനി ഒരു 15-20 മിനിറ്റ് ഉണ്ട്. 20 മിനിറ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ വെക്കാൻ ശേഷം രാജേഷിന്റെ ബർത്ത്ഡേ കൂടെ ഇല്ല. രാജേഷിന്റെ ഒരു 10 മിനിറ്റ് നമുക്ക് രാജേഷിനും കൊടുക്കാം, രാജേഷിനും കേൾക്കാം.